എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ പച്ചക്കറി കൃഷിയെക്കുറിച്ചിട്ടാണ്. ഞാൻ കുറച്ച് വഴുതനയും പച്ചമുളകും ഒക്കെ നട്ടിട്ടുണ്ട്. ചെടികളൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട്, പൂക്കളൊക്കെ വന്നു. ചെടിച്ചട്ടിയിൽ ഗ്രോ ബാഗിലുമൊക്കെ നട്ടതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പോഷകങ്ങൾ മാത്രമേ ചെടിക്ക് ലഭിക്കൂ. ഇന്ന് സൺഡേ ഞാൻ ചെടികൾക്കൊക്കെ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ എല്ലാത്തിലും പൂക്കളൊക്കെ വന്നതുകൊണ്ട് നമുക്കിന്ന് ബോറോൺ അടങ്ങിയ ഒരു വളം തയ്യാറാക്കാം. ചെടികളിൽ പൂക്കളൊക്കെ വന്നു കഴിയുമ്പോൾ അതൊന്നും കൊഴിഞ്ഞു പോകാതെ എല്ലാം കായായി കിട്ടാൻ ബോറോൺ അത്യാവശ്യമാണ്. അപ്പോൾ ബോറോൺ മിശ്രിതം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. മാർക്കറ്റിൽ നിന്നും രാസവളങ്ങൾ വാങ്ങിക്കാതെ തന്നെ തികച്ചും ഓർഗാനിക്കായി നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് എരിക്കിൻ്റെ ഇലയാണ്. ഒരു പാത്രത്തിൽ 3/4 ഭാഗത്തോളം വെള്ളം എടുക്കുക. അതിലേക്ക് എരിക്കിൻ്റെ ഇല കട്ട് ചെയ്ത് ഇതേപോലെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ചേർക്കേണ്ടത് അരി കഴുകിയ വെള്ളമാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 3-4 ദിവസം അടച്ചു വെക്കുക. 3-4 ദിവസം കഴിയുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള ബോറോൺ ലായനി നമുക്ക് കിട്ടും. അത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് വേണം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നൈട്രജൻ പോലെ ചെടികൾക്ക് ഒത്തിരി ഒന്നും ബോറോൺ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താലോ ചോട്ടിലൊഴിച്ചു കൊടുത്താലും മതിയാവും. കുമ്പളം മത്തനൊക്കെ പോലുള്ള ചെടികൾക്ക് ബോറോണിൻ്റെ കുറവ് കാരണം കായൊക്കെ വളരാതെ കൊഴിഞ്ഞു പോകുന്നതിനൊക്കെ പരിഹരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതേപോലെ പോളിനേഷനൊക്കെ ചെയ്ത് കൊടുത്തിട്ടും കായ് കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അത് ബോറോണിൻ്റെ കുറവുണ്ടായിരിക്കും. എല്ലാത്തരം ചെടികൾക്ക് നമുക്ക് ഉപയോഗിക്കാം. പയറിനും മുളകിനും വഴുതനക്കും ഒക്കെ ഉപയോഗിക്കാം. ഈ ഒരു ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേര് കൊത്തമരയെന്നോ മറ്റോ ആണ്. സാമ്പാറിലൊക്കെ ഇടുന്ന ഒരു തരം പയറാണിത്. ഇതിൻ്റെ വിത്ത് കിട്ടിയപ്പോൾ ഞാൻ നട്ട് നോക്കിയതാണ്. അപ്പോൾ അതിൽ കായൊക്കെ പിടിച്ചു വന്നത് ഈ അടുത്താണ്. ആദ്യം പൂവൊക്കെ ഇട്ട് കഴിയുമ്പോൾ കായ പിടിക്കാതെ തന്നെ കൊഴിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ ഞാനിതിന് പോഷകങ്ങളൊക്കെ അടങ്ങിയ പലതരം വളങ്ങൾ പരീക്ഷിച്ചു. അതിലൊന്നാണ് ഈ ബോറോൺ വളം. അപ്പോൾ ഇതിൻ്റെ വിത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എൻ്റെ കുഞ്ഞ് തൈയായിരിക്കുമ്പോൾ ഇതിങ്ങനെ വരും, പിന്നീട് നീളം വെച്ച് വരും. അതിനുശേഷമാണ് ഇങ്ങനെ നിറയെ പൂക്കളൊക്കെ ഇട്ടിട്ട് കായൊക്കെ ഉണ്ടായി തുടങ്ങുന്നത്. ഇതുകൂടാതെ ഒരു ചെടിയും കൂടി ഞാൻ നട്ടു കൊടുത്തിരുന്നു. അത് ഇതേപോലെ നല്ല നീളത്തിൽ പോയിട്ടും ഇതിൽ കണ്ടോ ഇതുവരെ കായൊന്നും പിടിച്ചിട്ടില്ല. അപ്പം ഞാൻ അതിനെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് നോക്കാം അതിൽ കായൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സൺഡേ പരിപാടികൾ. അപ്പം ഞാൻ എല്ലാ സൺഡേയും ഇതേപോലെ ചെടികൾക്ക് അത്യാവശ്യം വേണ്ട വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് എല്ലാ ചെടികളൊക്കെ നല്ല ഓർഡറാക്കിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷവും ലഭിക്കും. ഈ ഒരു നാടൻ പയർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന് നല്ല വലിപ്പമായിരിക്കും, നിറയെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പണ്ടൊക്കെ ഉണ്ടായിരുന്ന സൈസ് ഒരു പയറാണ്. ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ്. ഇതിൽ വിത്ത് ഇങ്ങനെ ഉണ്ടാവും. ഈ വിത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ തൈകൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. കുറച്ചൊക്കെ വെറൈറ്റി ചെടികളൊക്കെ ഞാൻ കളക്ട് ചെയ്യാറുണ്ട്. ഇതിൻ്റെ കുറച്ച് നാടൻ കാന്താരി മുളകാണ്. പിന്നെ ഇത് പപ്പായയാണ്. ഇപ്പം ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വരുന്ന വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് വെറൈറ്റി ചെടികളൊക്കെ കാണിക്കാം. ഇതിൻ്റെയൊക്കെ റിസൾട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇതേപോലെയുള്ള കൃഷി അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.